ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിയും അലീനയും തമ്മിലുള്ള ആ ഒരു ഫോൺ സംഭാഷണമാണ്. അങ്ങനെ രേവതി ചോദിക്കുകയാണ്, പറ ചേച്ചി, എനിക്ക് കേൾക്കാൻ തിടുക്കമായി, കാര്യങ്ങൾ വ്യക്തമായിട്ട് പറ ചേച്ചി, എന്താ സംഭവിച്ചത് ചേച്ചി? ചേച്ചിനെ കണ്ട ഉടനെ ചേച്ചിയുടെ പപ്പ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നോ? ചേച്ചിനെ കണ്ട ഉടനെ കരഞ്ഞോ? ചേച്ചി കരഞ്ഞോ? പപ്പ കരഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. എന്റെ പപ്പ എന്നെ ആദ്യമായിട്ട് കണ്ടതും ഹലോ അലീന എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഷൈക്കാൻഡ് തരാനാണ് വന്നതെന്ന്. ഷൈക്കാൻഡ് തരാനോ? അല്ല, ഇത്രയും നാളായിട്ട് കാണാതിരുന്നിട്ട് ഒരു കുട്ടീനെ കാണുമ്പോഴത്തേക്കും ഷൈക്കാൻഡ് തരാണോ ചെയ്യണത്? അതൊന്നും എനിക്ക് അറിയില്ല മോളെ. ഏതായാലും എനിക്കൊരു ഷൈക്കാൻഡ് ആണ് ആദ്യം തന്നത്. ആ ഷൈക്കാൻഡ് ഞാൻ മേടിച്ചില്ല. ആ ഒരു സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഏതായാലും മോള് വിചാരിക്കുന്നത് പോലെയുള്ള എന്താ പറയാ, ഒരു അച്ഛൻ മകൾ തമ്മിൽ കാണാതെ ഇരിക്കുമ്പോൾ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരങ്ങളൊന്നും തന്നെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അതെനിക്കും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ചിലപ്പം എന്റെ പപ്പായി അങ്ങനെ പെരുമാറുന്നത് കൊണ്ടായിരിക്കാന്ന് പറയുമ്പം ഈ പറയുന്ന പപ്പ അത്രയ്ക്ക് കർക്കശക്കാരനാണോ? ഇതിനു മാത്രം മസിൽ പിടിച്ചു നടക്കാനായിട്ട് 10-23 വർഷം മുമ്പ് കാണാതായ കൊച്ചിനെ കണ്ടുപിടിച്ച് ലാസ്റ്റ് അതിന് മുമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണോ ഒരപ്പൻ പെരുമാറേണ്ടത്? ആണോ അലീന ചേച്ചി? ഞാൻ അങ്ങനെയല്ലായിരുന്നല്ലോ. എന്റെ പപ്പേനെ കണ്ടതും ഞാൻ ഓടിച്ചെന്നില്ലേ? ഓടിച്ചെന്ന് എന്റെ പപ്പേനെ വാരി പുണർന്നില്ലേ? എന്റെ പപ്പയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകിയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ശരിയാണ് മോളെ, പക്ഷെ എല്ലാവരും ഒരുപോലെ ആകണമെന്നൊന്നും ഇല്ലല്ലോ. ഏതായാലും ഈ പപ്പ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ പപ്പ ഇപ്പോഴും അങ്ങനെയൊന്നും അല്ല. അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇവിടെ കുറെ സർവൻസ് ഒക്കെ ഉണ്ട്, അവരോടൊക്കെ ഓർഡർ ഇടും, അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു കർക്കശക്കാരനായ ഒരു പട്ടാളക്കാരൻ. പട്ടാള ചിട്ട എന്ന് കേട്ടിട്ടില്ലേ നീയും? കേട്ടിട്ടുണ്ട് ഞാന്. പക്ഷെ ഇവിടെയും ഉണ്ടല്ലോ ഒരു പട്ടാളം, എന്നിട്ട് ആ ചിട്ടയൊന്നും ഇല്ലല്ലോ. അതുപോലെയല്ല, ഇവിടെ പട്ടാള ചിട്ട തന്നെയാണ്. പിന്നെ എന്റെ ഒരു നേരം പോക്കിന് കുറച്ച് പട്ടികളുണ്ട്. അവരാണ് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ എന്റെ നേരം പോക്കെന്ന് പറയുമ്പോ. അപ്പൊ അലീന ചേച്ചിയുടെ അപ്പനും പട്ടിയോട് സ്നേഹം ഉണ്ടല്ലേ? വെറുതെ അല്ല അലീന ചേച്ചിയും പട്ടീനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പട്ടികളെ കാണുമ്പോൾ അലീന ചേച്ചിക്ക് പ്രത്യേക ഒരു സ്നേഹമല്ലേ? ചേച്ചിയോടും പട്ടികൾക്ക് പ്രത്യേക ഒരു സ്നേഹമല്ലേ? അതൊന്നും എനിക്ക് അറിയില്ല മോളെ. അല്ല, മോള് കിടക്കാറായില്ലേ? കിടക്കാറൊക്കെ ആയി അലീന ചേച്ചി. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നേ. ഏതായാലും അലീന ചേച്ചി ഇത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. അല്ല, അലീന ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ അവിടെ? ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാല് മോളെ സത്യം പറയാലോ, എനിക്ക് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ തീരെ പിടിച്ചിട്ടില്ല. ഇവിടുത്തെ ചിട്ടകളും ചിട്ടവട്ടങ്ങളും ഒന്നും എനിക്ക് അത്രയ്ക്ക് പോരാ. പക്ഷെ പിടിച്ചു നിന്നല്ലേ പറ്റൂ. എന്റെ പപ്പയല്ലേ, എന്റെ പപ്പായുടെ അടുത്തല്ലേ ഞാൻ നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു മകൾ ഉണ്ടെന്ന് അറിയുമ്പോൾ ആരാ അംഗീകരിക്കുക? നിനക്കറിയാമോ? ഇവിടെ ഉള്ളവരോട് എല്ലാരോടും എന്റെ പപ്പ പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്വന്തം മകള് തന്നെയാണെന്നാ. അങ്ങനെ പറയാൻ ഒരു ധൈര്യം കാണിച്ചില്ലേ? അപ്പൊ എന്നോട് സ്നേഹം ഉണ്ടായിരിക്കൂലോ. പിന്നെ ഈ പറയുന്ന പപ്പായ്ക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടോ? എന്റെ പൊന്നലീന ചേച്ചി, ഇനിയിപ്പൊ ഇവിടത്തേന് അപ്പുറം ആകും അവിടെ? അതൊന്നും എനിക്കറിയില്ല. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം അവര് കച്ച വെട്ടി പുറപ്പെടുവോന്നൊന്നും എനിക്കറിയില്ല. എന്താ ഒരു സിറ്റുവേഷൻ എന്നൊന്നും എനിക്കറിയില്ല മോളെ. അത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ അവരില്ലാന്ന് പറയുമ്പോ അപ്പൊ അവരെവിടെയാണ് താമസിക്കുന്നത്? അതും എനിക്കറിയില്ല. ഞാൻ അവർക്ക് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇനി ഇവിടെ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ ഞാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊന്നും അറിയില്ല മോളെ എനിക്ക്. പക്ഷെ ഇതെന്റെ പപ്പയുടെ വീടാ. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് നിൽക്കാമല്ലോ. എന്നെ വേറെ ആരും ഇറക്കി വിടാനില്ലല്ലോ. പപ്പ എന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ചല്ലോ. അത് മാത്രം എനിക്കിപ്പോൾ ആശ്വാസം. അല്ല, അച്ഛൻ എന്നിട്ട് തിരിച്ചു പോയോ? അങ്കിളേ, ബാലചന്ദ്രൻ അങ്കിള് അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചുപോയി. ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു മോളെ അച്ഛന്. പക്ഷെ എന്ത് ചെയ്യാനാ, വേറെ നിവൃത്തിയില്ലല്ലോ. എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യാം, ഫോൺ വെച്ചോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇപ്പൊ തന്നെ ഈ കാര്യം
പെട്ടെന്ന് തന്നെ ഇവിടെ ഗ്രേസി ആന്റിയോടും മാമച്ചൻ അങ്കിളിനോടും പറയാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. ഞാൻ അവരോട് പോയി പറയട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി ഫോണും കട്ട് ചെയ്തിട്ട് ഒറ്റ ഓട്ടമാണ് കേട്ടോ. അതെ, മാമച്ചൻ അങ്കിളെ ഇങ്ങ് വന്നേ. അല്ല, ഗ്രേസി ആന്റി എന്തിയെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താടി പെണ്ണ, നീ എന്താ കിടന്ന് ചാകുന്നത്? ആ, ചാകാൻ മാത്രം ഉണ്ട്, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേസി വന്നിട്ട് എന്താടി രേവതിക്കുട്ടി നീ കിടന്ന് കാറുന്നത്? ഇപ്പൊ എന്താ പറ്റിയത്? അല്ലെങ്കിൽ നിനക്കുള്ളതാണല്ലോ അലീനെ വിളിക്കുമ്പോ ഒരു വെപ്രാളം. ആ, അതെ, ഉള്ളത് തന്നെയാണ്. അലീന ചേച്ചി വിളിക്കുമ്പോ ഒരു വെപ്രാളം. നിങ്ങൾക്ക് അറിയണോ അലീന ചേച്ചി എവിടെയാ പോയതെന്ന്? നിങ്ങൾക്ക് അറിയണോ? അല്ല, നിന്റെ അലീന ചേച്ചി എവിടെയാ പോയത്? അല്ല, ഏതോ ഒരു ജോലിക്കൊക്കെ അങ്ങോട്ട് പോയതാണെന്നോ നിന്നോട് പറഞ്ഞറിയിച്ചില്ലെന്നോ, അതുകൊണ്ട് നിനക്ക് പരാതിയാണെന്നോ പരിഭവമാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടയും ചക്കര ആയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അലീന ചേച്ചിയുടെ പപ്പേനെ കണ്ടു. പപ്പയോ? ഏത് പപ്പ? ആ, അലീന ചേച്ചിയുടെ സ്വന്തം പപ്പായുടെ അടുത്തേക്കാ ബാലചന്ദ്രൻ അങ്കിള് അലീന ചേച്ചിനെ കൊണ്ടാക്കിയിരിക്കുന്നത്. ഏയ്, പപ്പായുടെ അടുത്തേക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഈ പപ്പ എന്ന് പറയുമ്പോഴത്തേക്കും റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്, കൊളുത്തുപുഴയിലുള്ള റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് ആയിരുന്നു ഈ വൈജയന്തിയുടെ പഴയ കാമുകൻ. അവർക്കുണ്ടായ സന്തതിയാണല്ലോ എന്റെ അലീന ചേച്ചി. അപ്പൊ ഈ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ആരാണ്? എന്റെ അലീന ചേച്ചിയുടെ അപ്പൻ അല്ലേ? അല്ല, ഇതങ്ങോട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല മാമച്ച, ഇത് എങ്ങനെ ശരിയാകും? അല്ല, ഇത്ര പെട്ടെന്ന് ഒരാളെ തപ്പി കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ ആയിരിക്കുന്നേ, ഇത് പറ്റിക്കുന്നതായിരിക്കും. ചിലപ്പം ബാലചന്ദ്രൻ അവളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലും അടവ് പറഞ്ഞതായിരിക്കും. അല്ലാതെ അവളുടെ പപ്പയൊന്നും ആകാനായിട്ട് യാതൊരു വഴിയും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ചേച്ചി എന്നോട് നുണ പറയോ? അലീന ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യങ്ങളും അലീന ചേച്ചിയോട് ബാലചന്ദ്രൻ അങ്കിൾ പറയുകയും അലീന ചേച്ചിയും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഈ സ്റ്റാൻലി എന്ന് പറയുന്നത് അലീന ചേച്ചിയുടെ സ്വന്തം പപ്പ തന്നെയാ. ഇത് വലിയ സിനിമാ കഥ പോലെ ആയി പോയല്ലോ രേവതിക്കുട്ടി എന്ന് പറഞ്ഞപ്പോ. എന്തായാലും എന്റെ അലീന ചേച്ചിക്ക് ഇപ്പൊ പപ്പയും അമ്മയും ഒക്കെ ഉണ്ടല്ലോ. എത്ര നാളാ അനാഥരായിട്ട് ഞങ്ങൾ കഴിഞ്ഞത്. ഏതായാലും ഒരു വലിയ കൊട്ടാരം പോലത്തെ വീടാണെന്ന് പറഞ്ഞത്. ആ വീട്ടിൽ മുഴുവൻ ജോലിക്കാരുണ്ടത്രേ. അലീന ചേച്ചിക്ക് ഒരു പണിയും ചെയ്യണ്ട, ആ റൂമിൽ കയറി ഇരുന്നാ മതി. റൂമെന്ന് പറഞ്ഞാലേ ഇവിടെയുള്ള ചക്കലെടുക്കലുടുക്കൽ റൂമൊന്നും അല്ല, ഒന്നാം തരം നല്ല AC റൂം. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസി പറഞ്ഞു, ഇനിയിപ്പൊ നിനക്ക് AC റൂം വെച്ച് തരാത്തതിന്റെ ഇതും കൂടെ ഉള്ളു, കുറവും കൂടെ ഉള്ളു. നിനക്ക് AC റൂമും കൂടെ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ അങ്ങോട്ട് മൂക്കി കയറ്റില്ലടി രേവതി എന്ന് പറഞ്ഞപ്പോ, എനിക്കതിനൊന്നും യോഗമില്ലേ. AC റൂമിലൊക്കെ കിടക്കണമെങ്കിൽ ഒന്നും വിധിച്ചിട്ടില്ല ഈ രേവതിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രേവതി കളിയാക്കി പറയുന്നതാണ്. ഏതായാലും രേവതിക്കും മാമച്ചനും ഗ്രേസിക്കും എല്ലാവർക്കും വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആന്റപ്പനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും കിച്ചണിലേക്ക് വരികയാണ്. ഔസേപ്പൊക്കെ ഉണ്ടല്ലോ. ഔസേപ്പല്ല, സോറി, പൗലോസ്. ഈ ഔസേപ്പെന്ന് എപ്പോഴും പേര് മാറി പോകുന്നു, ക്ഷമിച്ചേക്കണം കേട്ടോ. പൗലോസ് കിച്ചണിൽ വന്നു കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുകയാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിയാണ്. അപ്പൊ ഇത് അലീന ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ നമ്മുടെ അലീന പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. അലീന തന്നെ അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അലീന. അപ്പൊ നമ്മുടെ ആറ്റപ്പൻ വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ആ പെങ്കൊച്ചു പറഞ്ഞതുപോലെ ഇനിയിപ്പൊ നാളെ മുതല് നേരത്തെയും കാലത്തെ എണീക്കേണ്ട വരുവോ പൗലോസേ? ഇല്ലെന്നേ, അങ്ങനെ നേരത്തെയും കാലത്തെ എണീക്കേണ്ട വരത്തൊന്നും ഇല്ല. അതിനുള്ള പണിയേ ഞങ്ങൾ പണിതിട്ടുണ്ട്. പണിയോ? എന്ത് പണി? ഞങ്ങള് പണിത പണി വേറൊന്നുമല്ല. ഞങ്ങള് കുട്ടിച്ചായനെ അങ്ങ് വിളിച്ചു പറഞ്ഞു. ഔതക്കുട്ടിച്ചായൻ ഇപ്പൊ പീരങ്കി തോക്കൊക്കെ ആയിട്ട് ഇവിടെ എത്തുവേലേ. അവളെ ഇന്നും കൂടെ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. നാളെ മുതൽ അവൾ ഇവിടെ നിന്ന് അങ്ങ് പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആറ്റപ്പൻ പറഞ്ഞു, എന്ത് പണിയാ കാണിച്ചത്? അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന്റെ കാര്യം ഉണ്ടായത് കൊണ്ടല്ലേ ചെയ്തത്. എന്റെ കഞ്ഞി പാറ്റയിടാൻ വന്നാ പിന്നെ ഞാൻ എന്താ നോക്കി നിക്കണോ? പറ്റത്തില്ല. ഈ പൗലോസ് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായിന്ന് അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവര് വർത്താനം പറഞ്ഞപ്പോ അലീന വരികയാണ്. അലീന പതിയെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആന്റപ്പൻ വന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന വന്നിട്ട് ഇവിടെ എന്താ ഒരു കൊച്ചു വർത്താനം? അല്ല, അടുക്കളയില് ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ കുഞ്ഞെ, കേണൽ അദ്ദേഹത്തിന് ഇപ്പം വേണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. വേണ്ടെന്ന് ആരാ പറഞ്ഞത്? ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുതൽ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഉണ്ടാക്കിയിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതല്ല. ഒരു 8 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. എന്നാലേ അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ബ്രെയിനിൽ കൂടുതലും
നമ്മുടെ ബ്രെയിന് വർക്കാക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ നമ്മുടെ ബോഡിക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്ത് കുഞ്ഞെ, നാളെ മുതൽ നമുക്ക് എല്ലാം ശരിയാക്കാന്നേ, നാളെ മുതൽ ശരിയാക്കി തരുന്നുണ്ടെന്നേ എന്ന് നമ്മുടെ പൗലോസ് പറയാണ് കേട്ടോ. ശരിയാക്കി തരുന്നുണ്ടെന്നോ? അപ്പൊ ചെറിയൊരു സംശയമുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കേണൽ അദ്ദേഹം പതുക്കെ എണീറ്റൊക്കെ വരുന്നുണ്ട്. കേണൽ അദ്ദേഹം എണീറ്റ് വരുന്ന ഉടനെ തന്നെ മറ്റേ ബ്രാൻഡി കുപ്പിയും കൈ പിടിച്ച് എന്താ പറയാ, മറ്റേ ജനിച്ചപ്പോ തന്നെ ബ്രാൻഡി കുപ്പി കൈ പിടിച്ച ആള് വരില്ലേ, അതുപോലെയാണ് നമ്മുടെ കേണൽ അദ്ദേഹം സ്റ്റാൻലി വരുന്നത്. അപ്പൊ സ്റ്റാൻലി എണീറ്റൊക്കെ വന്നിട്ട് അലീനയോടൊക്കെ, അലീന അപ്പോഴത്തേക്കും അവിടെ ഉണ്ട്. അപ്പൊ അലീനയോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം, സുഖമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അട്ടയെ പിടിച്ചു മെത്തേ കിടത്തിയ കിടക്കുവോ? ഒരിക്കലും കിടക്കില്ലല്ലോ പപ്പേ. അവസ്ഥയായിരുന്നു എനിക്ക് ഈ പട്ടുമെത്തയൊന്നും പറഞ്ഞിട്ടില്ലെന്നേ, സത്യം പറയാലോ എനിക്ക് തീരെ ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞപ്പം, അതെ കുട്ടിക്ക് ശീലമില്ലാഞ്ഞിട്ടാണ്, കുട്ടി അത് ശീലിച്ചൊക്കെ കഴിയുമ്പോ ഓക്കെ ആയിക്കോളും. അല്ല കുട്ടിക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്? ഇവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ അത് മതി എനിക്ക് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണമെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന്, എടാ ആന്റപ്പാ പൗലോസേ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവര് പേടിച്ചു പോയി. എന്റെ ദൈവമേ, ഇനിയിപ്പൊ എന്തിനായിരിക്കും വിളിക്കുന്നത്? മറ്റേ പയറും അരിയും സാധനങ്ങളും ഒക്കെ കട്ടോണ്ട് പോയല്ലോ മറ്റേ പെണ്ണ് വന്ന്, ആ പെണ്ണുമ്പുള്ള വന്നിട്ട്, ഇനിയിപ്പൊ അതിനാണോന്നൊന്നും അറിയില്ലല്ലോ. എന്റെ ആറ്റപ്പാ വല്ലതും പറഞ്ഞു കാണുമോ അവളെന്നും പറഞ്ഞ് പേടിച്ച് വരച്ച് എന്താ കേണൽ അദ്ദേഹം എന്ന് പറഞ്ഞ് അതിവിനയത്തോടു കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇന്നേ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കേണ്ടത് എന്ന് ഉള്ള ലിസ്റ്റ് അറിയാലോ, ഇന്നത്തെ ദിവസം എന്താ ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നെ അതിന്റെ കൂടെ ഇവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്ത് വേണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടെന്ന്. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണോ പപ്പയെ കഴിക്കേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് സത്യം പറഞ്ഞ 8 മണിക്ക് മുമ്പാണ്. 8 മണിക്ക് മുമ്പ്, മാക്സിമം 9 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ നമുക്കത് ഹെൽത്തി ആയിട്ട് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇത് ഇങ്ങനെ പറഞ്ഞു വന്നത് ഉപദേശിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ നമ്മുടെ കേരള അദ്ദേഹത്തിന്. അലീനയോട് ആരെങ്കിലും ചോദിച്ചോ? ഇവിടെ ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ചായിരിക്കും ഇവിടുത്തെ ഭക്ഷണക്രമങ്ങൾ. പിന്നെ അലീനയ്ക്ക് നേരത്തെ ഫുഡ് വേണമെങ്കിൽ പൗലോസെ അതുപോലെ തന്നെ ആന്റപ്പ എന്താന്ന് വെച്ചാൽ റെഡിയാക്കി അലീനയ്ക്ക് കൊടുത്തോണം, അലീനയുടെ റൂമിൽ കൊണ്ട് കൊടുത്തോണം എന്ന് ഓർഡർ വിട്ടു. ഏതായാലും അലീന പറഞ്ഞു, അല്ല ഞാൻ കിച്ചണിൽ കയറി ഉണ്ടാക്കുന്നതിന് പപ്പയ്ക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? വേണ്ട, ഇവിടത്തെ ആരും കിച്ചണിൽ കയറി ഒന്നും ഉണ്ടാക്കണ്ട, അതിനല്ലേ ഇവിടെ സെർവന്റിനെ വെച്ചിരിക്കുന്നത്. കിച്ചണിൽ പൊക്കോ വേണമെങ്കിൽ, പക്ഷെ അവിടെ പോയി ഒന്നും ഉണ്ടാക്കുമൊന്നും വേണ്ട, ഇവിടെ പൗലോസ് എല്ലാം ചെയ്തോളും, വർഷങ്ങളായിട്ട് പൗലോസാ ചെയ്തു വരുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന ഒന്നും മിണ്ടിയില്ല. ഏതായാലും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ വരികയാണ്. ഔതക്കുട്ടിച്ചായൻ ആ വലിയൊരു ബംഗ്ലാവിന്റെ മുമ്പിൽ കാറ് കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തി, വണച്ചും തിരിച്ചും എരച്ചും ഒരു കാർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേട്ടു. ഔതക്കുട്ടിച്ചായനാണെന്ന് ആ കാറിന്റെ ശബ്ദത്തോടു കൂടി തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലായി. അപ്പച്ചൻ എന്താ പറയാതെ വരുന്നത് എന്നോർത്തിട്ട് നമ്മുടെ സ്റ്റാൻലിക്ക് ഒരു ലേശം പേടിയൊന്നുമില്ല, ഒരു ലേശം ബഹുമാനം എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഔതക്കുട്ടിച്ചായനോട് മാത്രമേ ഉള്ളൂ. ആകപ്പാടെ പേടിച്ച് വിറച്ച് നമ്മുടെ സ്റ്റാൻലി, പേടിച്ച് വിറച്ചിട്ടൊന്നുമില്ല എന്നാലും. ഈ സമയത്ത് പൗലോസ് ഒന്ന് നോക്കി, ആന്റപ്പനൊന്ന് നോക്കി, പൗലോസ് ആന്റപ്പനെ നോക്കി, ആന്റപ്പ പൗലോസിനെ നോക്കി. അലീനയാണെങ്കിൽ ഒന്നും അറിയാതെ നിൽക്കുന്നു. എന്തോ മണത്തറിഞ്ഞിട്ടുണ്ടല്ലോ, ഈ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാണല്ലോ എന്ന് നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലായി. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ അകത്തേക്ക് കയറി വരാൻ തുടങ്ങിയതും പട്ടികളെല്ലാം വന്ന് ഔതക്കുട്ടിച്ചായന്റെ ചുറ്റിനും കൂടിയപ്പോഴത്തേക്കും ആ കമ്പുണ്ടല്ലോ കയ്യില്, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആ പട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടുന്നുണ്ട് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ. എടാ ലാലിച്ചൻ ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞ് വലിയ ശബ്ദമൊക്കെ വെച്ചിട്ടാണ് കയറി വരുന്നത് കേട്ടോ. മീശയൊക്കെ പിരിച്ച് നരച്ച 2 കൊമ്പ മീശയൊക്കെ ഉണ്ട്, അതൊക്കെ പിരിച്ചിട്ടാണ് പുള്ളിക്കാരൻ കയറി വരുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ഈ കഥയുടെ ഫുൾ വിശേഷം നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്നുണ്ട് കേട്ടോ. പഴയതുപോലെ ഒന്നും വ്യൂസ് കിട്ടുന്നില്ല, നമ്മൾ രാവിലെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കയറി പോകാഞ്ഞിട്ടാണോ എന്തോ ഒരു എത്തുപിടിയും കിട്ടുന്നില്ല കേട്ടോ. വ്യൂസ് ഒക്കെ നമുക്ക് മാത്രമല്ല, പൊതുവെ ഇപ്പൊ വ്യൂസ് ഒക്കെ കുറവാണ്. ഒരുപാട് ചാനലുകളൊക്കെ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വ്യൂസ് ഒക്കെ കുറവ്. ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മുടെ ചാനൽ തന്നെ ഒന്ന് കണ്ടേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നവരോടാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട.